ഈ കഥ ഞങ്ങൾ മെനക്കെട്ടിരുന്ന് സങ്കല്പിച്ചുണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ആരെങ്കിലുമായി ഇതിലെ ഏതെങ്കിലും കഥാപാത്രത്തിന് എന്തെങ്കിലും സാദൃശ്യം തോന്നിയാൽ അതിന് ഞങ്ങൾ ഉത്തരവാദികളല്ല. പാഠം 17. പാൽക്ഷാമം നേരിടാനുള്ള വഴികൾ. എന്താ പോരാട്ടാ? ഇങ്ങനെ പോയാ ഈ നാട് എവിടെ ചെന്ന് നിൽക്കുന്ന ആലോചിക്കുക. ഇതൊന്നും സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. എന്താ? നീ ഇന്ന് പത്രം വായിച്ചു? എനിക്ക് പത്രം വായിക്കാൻ എപ്പോഴാ സമയം? 5 മണിക്ക് എഴുന്നേറ്റ് അടുക്കളയിൽ കയറുന്നതാണ് ഞാനും കൂടി ഇങ്ങനെ പത്രം വായിച്ചോണ്ടിരുന്നിട്ടുണ്ടെങ്കിലേ മോഹനേട്ടൻ കഴിക്കാൻ വരുമ്പോ എന്തെടുത്ത് തരും ഞാൻ. പക്ഷെ നമ്മുടെ നാടിന്റെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ അധിക കാലം ഒന്നും കഴിക്കേണ്ടി വരില്ല. ഇത് കണ്ടോ, പാലിന്റെ വില പിന്നെയും കൂടി. അയ്യോ, പാലിന് വില നേരത്തെ കൂടുതലായിരുന്നു. പിന്നെയും കൂടി. ഇങ്ങനെ പോയാൽ നാട്ടിലെ സാധാരണക്കാരെങ്ങനെ പാല് വാങ്ങി കുടിക്കും? കുട്ടികൾ എങ്ങനെ പാല് കുടിക്കും? കുട്ടികളുടെ വളർച്ചയുടെ കാലത്ത് പാൽ അത്യന്താപേക്ഷിതമാണ്. മോഹനേട്ടന്റെ ദേഷ്യം കണ്ടിട്ടുണ്ടെങ്കിൽ പാലിന്റെ വില കൂട്ടിയത് ഞാനാന്ന് തോന്നുമല്ലോ. എനിക്കിതിനകത്ത് ഒരു പങ്കുമില്ലേ. ഇതാണ് നമ്മുടെ ആളുകളുടെ കുഴപ്പം. ഇതൊന്നും എന്റെ കുറ്റമല്ല, ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞ ഒഴിഞ്ഞു മാറുക. ഡീസലിനും പെട്രോളിനും വില കൂടിയിട്ട് ഒരു ചെറു വില എനിക്ക് നമ്മൾ. പച്ചക്കറിക്ക് വില കൂടിയിട്ട് മിണ്ടിയോ നമ്മള്? ഇപ്പൊ പാലിനും. എന്നിട്ടും മിണ്ടായിരുന്നോ? ഞാനിപ്പോ എന്തു വേണം? റോഡിലേക്ക് ഇറങ്ങി നിന്ന് പാലിന് വില കുറയ്ക്കുക, പാലിന് വില കുറയ്ക്കുക ഇങ്ങനെ വിളിച്ചു പോകട്ടെ? അതോ അടുപ്പത്ത് വെച്ചിരിക്കുന്ന പാല് പോയി ഇളക്കി കുടിക്കാൻ? പാലിന് എന്ത് വില എന്നറിയോ പാമേ? പോയി. ഒരു കാര്യം മാനമര്യാദയ്ക്ക് ചെയ്യാൻ സമ്മതിക്കല. കൃത്യം പാൽ അടുപ്പത്ത് വെച്ചിരിക്കുന്ന സമയം നോക്കി ലോകകാര്യം പറയാൻ വേണ്ടി വിളിക്കും. കഷ്ടം. ഇതാ ഞാൻ പറയുന്നത്. നിനക്ക് ഒരു കാര്യത്തിൽ ശ്രദ്ധയില്ലെന്ന്. അല്ലെങ്കിൽ പാൽ അടുപ്പത്ത് വെച്ചിട്ട് വേറെ എവിടെയെങ്കിലും പോവോ? മോനേട്ടാ വെറുതെ വായിന്ന് കേൾക്കാൻ നിൽക്കല്ലേ. 35 രൂപ തിളച്ചു പോയി. ഇപ്പൊ നിനക്ക് മനസ്സിലായോ പാലിന് വില കൂടുന്നതിന്റെ കുഴപ്പം? ലിറ്ററിന് 10 12 ആണെങ്കിൽ കുഴപ്പമില്ല, അതങ്ങ് പോട്ടെന്ന് വിചാരിക്കാമായിരുന്നു. പക്ഷെ 35 രൂപയാണ് വില. അതെങ്ങനെ? നമുക്ക് പാല് വേണമെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് വരണം. കേരളത്തിലുള്ളവർക്ക് പശുവിനെ വളർത്താനോ അതിനെ കറന്നെടുക്കാനുള്ള മനസ്സില്ലല്ലോ. എങ്ങനെ നാട് നന്നാവും? ഇതൊക്കെ എന്നോട് പറയുന്നത് എന്തിനാ? പിന്നെ ആരോട് പറയും? പണ്ടൊക്കെ നമ്മുടെ നാട്ടില് എല്ലാ വീടുകളിലും പശു ഉണ്ടായിരുന്നു. അവരവരുടെ ആവശ്യത്തിന് പാല് കറന്നെടുത്ത് ഉപയോഗിക്കും. ബാക്കി വരുന്നത് അയൽപക്കത്ത് കൊടുക്കും. ആവശ്യത്തിന് പാലുമായി മറ്റൊരു വരുമാനവുമായി. ശരി, അപ്പോ മോഹനേട്ടൻ ഒരു പശുവിനെ വാങ്ങും. വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല, അത് പ്രവർത്തിച്ച് കാണിക്കണം. എന്താ പ്രവർത്തിച്ചാല്? ഈ മോഹനകൃഷ്ണൻ വിചാരിച്ചാൽ ഒരു പശുവിനെ വാങ്ങാൻ പുല്ല് മേടിക്കാനൊക്കെ പറ്റും, പക്ഷെ വളർത്തണ്ടേ? പുല്ലും വൈക്കോലും വെള്ളവും പിണ്ണാക്കും ഒക്കെ കൊടുക്കണ്ടേ? പാല് കറക്കണ്ടേ? അതാര് ചെയ്യും? ഞാൻ ചെയ്യും. എന്താ ഞാൻ ചെയ്താല്? നടക്കാത്ത കാര്യങ്ങൾ പറയല്ലേ മോഹനേട്ടാ. പശുവിനെ പോയിട്ട് ഒരു പട്ടിയെ വളർത്താനെങ്കിലും മോഹനേട്ടനെ കൊണ്ട് പറ്റുമോ? പട്ടിയെ പട്ടി വളർത്തും. 35,000 രൂപ മുടക്കി ആൾക്കാർ പട്ടിയെ വാങ്ങി വളർത്തുന്നു. എന്തിനാ? നാട്ടുകാരെ കാണിക്കാൻ. ആ കാശിന്റെ പകുതി കൊടുത്താൽ ഒരു പശുവിനെ കിട്ടും. പക്ഷെ അത് വാങ്ങില്ല. കാരണം എന്താ? പശു സ്റ്റാറ്റസ് സിംബൽ അല്ലല്ലോ. നോക്കിക്കോ, ഈ മോഹനേട്ടൻ പശുവിനെ വാങ്ങും, വളർത്തും. മോഹനേട്ടനെ എനിക്കറിയില്ലേ, ഇങ്ങനെ എന്തെല്ലാം പറഞ്ഞിരിക്കുന്നു. പറച്ചിലിൽ എന്റെ മോഹനേട്ടനെ തോപ്പിക്കാൻ ആരിയിരിക്കും? ചേച്ചി, കാപ്പിയായില്ലേ? കാപ്പി ഉണ്ടാക്കണമെന്ന് എനിക്കതിയായ മോഹം ഉണ്ടായിരുന്നു. പക്ഷെ നിന്റെ ഏട്ടൻ കാരണം പാല് തിളച്ചുപോയി. ഇന്നൊരു ദിവസം കാപ്പി കുടിക്കാതെ പൊന്നുമുളക് പോയാ മതി. നാളെ മുതൽ പക്ഷെ പേടിക്കാനില്ല. നിന്റെ ഏട്ടൻ പശുവിനെ വാങ്ങി സ്വന്തമായിട്ട് കറവ് തുടങ്ങാൻ പോവുകയാണ്. പിന്നെ ഇവിടെ പാലിന്റെ കളിയല്ലയോ. ആ പാല് മുഴുവൻ ആരും കുടിച്ചു തീർക്കോ എന്തോ. നേരാണോ ഏട്ടാ? ഏട്ടൻ പശുവിനെ വാങ്ങാൻ പോവാണോ? എന്താ വാങ്ങിയത്? ഒരു നല്ല കാര്യം പറയുമ്പോ പുച്ഛ. ഞാൻ എന്താ ചെയ്യാൻ പറഞ്ഞത് നോക്കിക്കോ. മോഹനകൃഷ്ണനെ തോപ്പിക്കാൻ നോക്കണമെന്ന് അവളോട് പറഞ്ഞു. സാറ് പോയോ?
ഏട്ടൻ പറഞ്ഞത് നേരാണോ ചേച്ചി? പശുവിനെ വാങ്ങിക്കാൻ പോകുന്നു പറഞ്ഞത്? ഇത്രയും കാലമായിട്ട് നിന്റെ ഏട്ടൻ നിനക്ക് മനസ്സിലായിട്ടില്ല? ഇതൊക്കെ വെറും പുളുവാണ്. വൈകുന്നേരം ആവുമ്പോഴേക്കും ഈ സുക്കേട് മാറും, നാളെ വേറെ സുക്കേട്. എനിക്കെന്താ പണിയുണ്ടല്ലോ. വാങ്ങിക്കോ? സാറ് പറഞ്ഞതൊക്കെ കൊള്ളാം, പക്ഷെ ഒരു പശുവിനെ വാങ്ങിച്ച് വളർത്തുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? ആളുകൾ ആനയെ വാങ്ങി വളർത്തുന്നു, അതിനേക്കാൾ വലുതാണോ പശു? അതല്ലല്ലോ സാറേ ഞാൻ പറഞ്ഞത്. ഒരു പശുവിനെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ചന്തയിൽ പോയാൽ മതി, പക്ഷെ ബാക്കി കാര്യങ്ങളോ? ബാക്കി കാര്യങ്ങൾ എന്താ? പശുവിനെ വീട്ടിൽ കൊണ്ടുപോവുക, അത്യാവശ്യം തീറ്റ കൊടുക്കുക, രാവിലെ എഴുന്നേറ്റ് കറക്കുക, അത്രയല്ലേ ഉള്ളൂ. ഏയ് അത്രയല്ലല്ലോ സാറേ, ഒരു തൊഴുത്ത് വേണ്ടേ പശുവിനെ കെട്ടാൻ? അതൊക്കെ പതുക്കെ ഉണ്ടാകാമല്ലോ. അല്ലെങ്കിൽ തന്നെ തൊഴുത്തില്ലെങ്കിൽ എന്താ കുഴപ്പം? കാട്ടിലുള്ള പശുക്കളൊക്കെ തൊഴുത്തിലാണോ കിടക്കുന്നത്? ഉത്തമ, ഇതെന്റെ വാശിയ. എനിക്കൊരു പശുവിനെ കിട്ടിയേ തീരും. ഇനി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് പശുവിനെ വാങ്ങാതിരുന്നാൽ ഭാമേനെ കളിയാക്കില്ലേ? അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ വിടരുത്. പിന്നെ ഒന്നാലോചിച്ചാ വീട്ടിലൊരു പശു ഉള്ളത് നല്ലതാ. ശരിക്കും നോക്കിയാ പശു ഭയങ്കര ലാഭമുള്ള ഏർപ്പാടല്ലേ സാറേ? അതെ, പാല് കാശ് കൊടുത്ത് വാങ്ങണ്ട. പിന്നെ കുറച്ചാൾ കഴിഞ്ഞിട്ട് കൂടുതൽ പൈസക്ക് പശുവിനെ വിൽക്കുകയും ചെയ്യാം. ഇത്രേ സാറിന് അറിയാവുക? ഇതൊന്നും അല്ല പശുവിനെ കൊണ്ടുള്ള ലാഭം. പിന്നെ അതറിഞ്ഞൂടല്ലേ? ഞാൻ പറഞ്ഞുതരാം, സാറ് ശ്രദ്ധിച്ച് കേക്കണം. ഇതാണ് നമ്മൾ വിശാലമായിട്ട് കണക്ക് പറഞ്ഞൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാത്തത്. എന്തൊക്കെയാലും സാറ് പശുവിനെ വാങ്ങിക്കും, ഉറപ്പാ. ഭാമേ, ഭാമേ, മോഹനോട്ടല്ലോ ഈ സമയത്ത്. ഭാമേ, നീ വൃത്തിക്കായിരുന്നു. രാവിലെ പശുവിനെ വാങ്ങുന്ന കാര്യം പറഞ്ഞപ്പോ നീ എന്നെ കളിയാക്കില്ലേ? ഇപ്പൊ എന്തായി? എടി, ഒരു പശുവിനെ വാങ്ങി വളർത്തുന്ന കാര്യം അങ്ങനെ ചെലവുള്ള കാര്യമൊന്നും അല്ല, പക്ഷെ ലാഭമോ നീ പ്രതീക്ഷിക്കുന്നതിന്റെ ഇരട്ടിയാ. അതായത് നമ്മളിപ്പോ ഒരു പശുവിനെ വാങ്ങുന്നു കരുത്. നീ മാത്രം കേട്ടപ്പോ ലക്ഷ്മിയോടെ ലക്ഷ്മി വാ ഇവിടെ. അതായത് ഒരു പശുവിന്റെ വില ഏകദേശം 15,000 രൂപ. നമ്മൾ അതിനെ വാങ്ങി ഇവിടെ കൊണ്ടുവരുന്നു. തൊഴുത്ത് പണിയുന്നവരെ മുറ്റത്ത് എവിടെയെങ്കിലും കിട്ടുന്നു. പിടിക്ക. ഒരു ദിവസം ശരാശരി ഒരു പശുവിന് തീറ്റ ഇനത്തിൽ ചെലവാകുന്നത് 50 രൂപ മുതൽ 100 രൂപ വരെ. കാലിത്തീറ്റ, പിണ്ണാക്ക്, കാടി, ഇത്ര മതി. അപ്പോ 100, 250. പിന്നെ അത്യാവശ്യത്തിനുള്ള പുല്ലൊക്കെ ഈ ചുറ്റോടത്ത് തന്നെ കാണുമല്ലോ. അത് വെട്ടിക്കൊണ്ടുവരുന്ന ജോലി മോളുടേതാണ്. എന്റെയോ? ഞാനെങ്ങനെ? നീ ഉണ്ടാവണം. ഈ പ്രായത്തിലുള്ള പെൺകുട്ടികൾ അധ്വാനിച്ച് പണം ഉണ്ടാക്കുന്നത് നല്ലതാണ്. ആ പുല്ല് നീ തന്നെ കൊണ്ടുവരണം. പക്ഷേ മോളെ മിണ്ടല്ലേ, സാറിന് പറയട്ടെ. അങ്ങനെ ഒരു ദിവസത്തെ പരമാവധി ചെലവ് 100 രൂപ. പശുവിൽ നിന്ന് കിട്ടുന്ന പാലെത്രയാ? 20 ലിറ്റർ. ഈ 20 ലിറ്റർ പാലിനത്തിൽ സൊസൈറ്റിയിൽ നമുക്ക് കിട്ടുന്നത് 400 രൂപയിൽ കൂടുതലുണ്ടാവും. അതായത് പാലിനത്തിൽ നമുക്ക് കിട്ടുന്ന ലാഭം 300 രൂപ. നമുക്ക് പാൽ വാങ്ങേണ്ടാത്തതുകൊണ്ട് അതിന്റെ 35 രൂപ കൂടെ കൂട്ടിയാൽ മൊത്തം ലാഭം 350 രൂപയ്ക്ക് അടുത്ത് വരും. എന്താ, ശരിയല്ലേ? കണക്ക് കറക്റ്റാ. ഇനി ഒരു സന്തോഷ വാർത്ത കൂടി. ഈ പാലിന്റെ കാര്യത്തിൽ ശനി ഞായറെന്നോ ഓണം, ക്രിസ്മസ്, വിഷു അങ്ങനെയൊന്നുമില്ല. എല്ലാ ദിവസവും പാല് കിട്ടും. മാസത്തിൽ 30 ദിവസം കൊണ്ട് 10,000 രൂപയ്ക്ക് മുകളിൽ
അതായത് വെറും 1.5 മാസം കൊണ്ട് നമ്മൾ മുടക്കിയ 15,000 രൂപ തിരിച്ചു കിട്ടും. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ, ഗംഭീരം. അങ്ങനെ ഒറ്റ വർഷം കൊണ്ട് 1 ലക്ഷം രൂപയിൽ കൂടുതൽ ലാഭമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ പശുവിന്റെ ചാണകം നമുക്ക് ബയോഗ്യാസ് പ്ലാന്റ് ഉപയോഗിക്കാം. ബയോവേസ്റ്റ് വളമായിട്ട് പച്ചക്കറികൾക്ക് വിടാം. മനസ്സിലായോ? കഴിഞ്ഞോ? ഇനിയുണ്ടല്ലോ. ഈ പശു 1 കൊല്ലം കഴിയുമ്പോൾ പ്രസവിക്കും. അതൊരു പശുക്കിടാവാണെങ്കിൽ അതിനെ വളർത്താം. മൂരിക്കുട്ടനാണെങ്കിൽ അതിനെ വിൽക്കാം. നല്ല വില കിട്ടും. അങ്ങനെ 2 പശു ഉണ്ടെങ്കിൽ 2 വർഷം കഴിയുമ്പോ ലാഭം ഇരട്ടിക്കുകയാണ്. പാലിന്റെ അളവ് കൂടുന്നു. ആ പശുക്കൾ വീണ്ടും പ്രസവിക്കുന്നു. വീണ്ടും വേറെ പശുക്കൾ. ഇപ്പൊ തൊഴുത്തിലെന്നേ ഉള്ളൂ. ഇത്രയും ആയാൽ നല്ല ഒന്നാന്തരം തൊഴുത്തപ്പോ കിട്ടാമല്ലോ. അങ്ങനെ മലർപ്പൊടിക്കാരന്റെ സ്വപ്നം എന്നൊരു പ്രയോഗമുണ്ട്. ഇതെങ്ങനെ മലർപ്പൊടിക്കാരന്റെ സ്വപ്നമാവും? ഇത് ഞാൻ പറഞ്ഞ കണക്കാണ്. ആർക്ക് മനസ്സിലാവുന്ന കണക്ക്. സമ്മതിച്ചു. കഥയുടെ അവസാന ഭാഗമാകുമ്പോഴേക്ക് എരിവും പൊടിയൊക്കെ ചേർന്ന ഒരു രസമുണ്ട്. പക്ഷെ തുടക്കം ഒരിത്തിരി പ്രശ്നമാണല്ലോ. എന്ത് പ്രശ്നം? മോഹനേട്ടൻ 15,000 രൂപയ്ക്ക് വാങ്ങുന്ന ആ പശുവിന് ഇപ്പോ 20 ലിറ്ററിന്റെ കറവയുണ്ടല്ലോ. അങ്ങനെയുള്ള പശുവിനെ അല്ലേ ഈ മോഹനകൃഷ്ണൻ വാങ്ങൂ? അപ്പോ അതിന്റെ ഇപ്പോഴത്തെ ഉടമയ്ക്ക് മാസം 10,000 രൂപയെക്കാട്ടിലും കൂടുതൽ ലാഭം ഉണ്ടാവുമല്ലോ. കാണും. മാസം 10,000 രൂപ ലാഭം ഉണ്ടാക്കുന്ന ഒരു പശുവിനെ വെറും 15,000 രൂപയ്ക്ക് അയാൾ വിൽക്കുന്ന എന്തിനാണെന്ന് മാത്രമാണ് എനിക്ക് മനസ്സിലാവാത്തത്. അല്ല അതിപ്പോ മോളെ, അയാൾക്ക് ഭയങ്കര അത്യാവശ്യം കാണും. കാശിന് അത്യാവശ്യം വരുമ്പോഴാണല്ലോ ആൾക്കാർ വീടും പറമ്പും കാറും ഒക്കെ വിൽക്കുന്നത്. അതുപോലെ തന്നെ ആവും പശു. അവൾക്ക് അസൂയ. ഞാൻ ലക്ഷപ്രവായ പിന്നെ അവളുടെ ആ വക്കീൽ കോട്ട് കാണിച്ച് എന്നെ പേടിപ്പിക്കാൻ പറ്റില്ലല്ലോ. അത്രയുള്ള കാര്യം. മകളെ, ഞാൻ ഓഫീസിൽ പോയിട്ട് വരാം. ശരി. ഇതുകൊണ്ട് മോക്ക് പ്രതീക്ഷിക്കുന്നൊന്നുമില്ലല്ലോ. എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊരു ഭയങ്കര ന്യായമായിപ്പോയി. പാലിന് വില കൂടുന്നതിന്റെ പേരില് പശുവിനെ വാങ്ങുക എന്നത് ലോകത്ത് കേട്ടറിവില്ലാത്ത കാര്യമാണ്. അങ്ങനെ പറയരുത് സാർ. ആരെങ്കിലുമൊക്കെ പശുവിനെ വാങ്ങുന്നത് കൊണ്ടും വളർത്തുന്നത് കൊണ്ടുമാണ് നമുക്ക് പാല് വാങ്ങാൻ കിട്ടുന്നത്. നമ്മളായിട്ട് അത് ചെയ്താൽ ആവശ്യത്തിന് പാലുമായി നല്ലൊരു വരുമാനമായി. അല്ലേ ശിശുപാല? കറക്റ്റാണ്. അപ്പോ സാറ് പശുവിനെ വാങ്ങാൻ തീരുമാനിച്ചോ? ശിശുപാല, ഇതൊരു നിസ്സാര കാര്യമല്ല. ഞാൻ ഇന്നലെ കണക്കൂട്ടിയപ്പോഴല്ലേ സംഭവത്തിന് ലാഭം പിടികിട്ടിയത്. നന്നായി ശ്രദ്ധിച്ചാൽ എനിക്കിവിടെ 1 മാസം കിട്ടുന്ന ശമ്പളത്തെക്കാൾ കൂടുതൽ പൈസ പശുവിനെ വളർത്തിയാൽ കിട്ടും. കണക്ക് കടലാസിലായി പോവരുത്. അതെ എനിക്ക് പറയാനുള്ളൂ. കഷ്ടം. കണ്ടോ, ഈ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ. നമ്മൾ ആണുങ്ങൾ ബുദ്ധിപൂർവ്വം ആലോചിച്ചൊരു കാര്യം തീരുമാനിക്കുമ്പോ അതിൽ ദോഷം കണ്ടുപിടിക്കാൻ വരും. ശിശുപാല നോക്കിക്കോ, 6 മാസം കഴിയുമ്പോ ഇതേ ശീലാപതി സാറ് എന്റെ പിറകെ വന്നിട്ട് മോഹനകൃഷ്ണ ഈ പശുവിന്റെ ഏർപ്പാട് എങ്ങനെയാ എനിക്കൂടി പറഞ്ഞാ എന്നും പറഞ്ഞു വരും. അത് ശരിയാ. മോഹനകൃഷ്ണൻ സാർ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് 10 വട്ടം ആലോചിക്കില്ലെന്ന് എനിക്കറിയില്ലേ. എന്തായാലും സാറിന്റെ പ്രായോഗിക ബുദ്ധിയെ സമ്മതിക്കണം.